ഹലോ, കുറേ നാളായിട്ടൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പപ്പായ മിൽക്ക് ബേസ് വെച്ചിട്ട് ഒരു പപ്പായ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഗ്ലിസറിൻ ബേസിലും ഗോഡ് മിൽക്കിലൊക്കെ ചെയ്യാം. ഇത് പപ്പായ മിൽക്കിൽ ചെയ്യുന്ന ഒരു രൂപമാണ്. അപ്പോൾ ആദ്യം ഒരു കട്ടിയുള്ള കാമ്പുള്ള ഒരു കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളാട്ടോ വെള്ളം. അപ്പോൾ ഇതിലെ കറ പോകണം, അത് നമുക്ക് പോയിസണാണ്. അപ്പോൾ തണുത്ത വെള്ളത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ആ കറയൊക്കെ പോകുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 264 ഗ്രാം സോപ്പ് ബേസ് എടുക്കുന്നുണ്ട്. പപ്പായ മിൽക്ക് ബേസ് ആട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്യാം. ക്യൂബ്സാക്കി കട്ട് ചെയ്യുന്ന എന്തിനാ അറിയാലോ, പെട്ടെന്ന് മെൽറ്റ് ആവാനാട്ടോ. തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നല്ല ബേസായിട്ട് നമ്മളെ കയ്യിലേക്ക് ഒട്ടി പിടിക്കേ അങ്ങനെ പെട്ടെന്ന് സോപ്പ് ഉണ്ടാക്കിയാൽ ഒടിഞ്ഞു പോവുകയൊന്നും ചെയ്യാത്ത ബേസാണ്. അപ്പോൾ ബേസ് ഫ്രാഗ്രൻസ് ഓയിൽ മോൾഡൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ, വാട്സപ്പ് ചെയ്യാം, കോൾ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാ ആ കറ്റാർവാഴൻ്റെ കറയൊക്കെ കളഞ്ഞ് നമ്മൾ 2 തവണ വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുത്താൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ജെല്ല് മാത്രം മതി നമുക്ക്. അത് പീൽ ഓഫ് ചെയ്യാണ്. നമ്മളിപ്പോൾ 264 ഗ്രാം ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനുള്ള ക്വാണ്ടിറ്റി മതി നമുക്ക് ഈ സാധനങ്ങളും. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ 1 കിലോ ബേസ് വെച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഈ ബേസ് മാത്രം മെൽറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. ഇതൊന്നും കൂടി ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടി ഞാനിതിൽ പപ്പായയും അലോവേര ആഡ് ചെയ്യണം. പപ്പായൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ പിഗ്മെൻറ്റേഷൻ പോകാനും സ്കിൻ ബ്രൈറ്റൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതും നമ്മളെ വീട്ടിലുണ്ടായ പപ്പായ കേട്ടോ, നമ്മൾ അയൽവാസി തന്നതാണ്. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും ഉണ്ടാക്കാത്തതാണ് നല്ലത്. കാരണം നമ്മൾ മാക്സിമം ഓർഗാനിക്കായിട്ടൊരു സാധനം കൊടുക്കുമ്പോൾ അത്രയ്ക്കും നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുക. ഓർഗാനിക്കായിട്ട് കിട്ടുന്നതൊക്കെ ചെയ്തു അങ്ങനെ സെയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. അതിനാവും നല്ല റിസൾട്ടും. അപ്പോൾ ഇതാ നല്ല പഴുത്ത പപ്പായ, നല്ല മധുരമുള്ള പപ്പായ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2 സ്കൂപ്പ് എടുക്കുന്നുള്ളൂ. അതിനുള്ള ബേസല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ഈ ഒരു പീസ് ഇട്ടപ്പോൾ എനിക്കിത് ഓവറായി തോന്നിയപ്പോൾ ഞാനത് എടുത്തിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് രൂപത്തിൽ കേട്ടോ. അപ്പോൾ 2 കറക്കലിറക്കിയപ്പോഴേക്കും നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു. ഇനി ഇത് കൂട്ടെടുക്കുന്നതിൻ്റെ മെഷർമെൻ്റ് ആട്ടോ കാണിക്കുന്നത്. ആദ്യം നമുക്ക് നമ്മൾ എടുക്കുന്ന ഈ ബൗളിൻ്റെ വെയിറ്റ് ലെസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിതാ ഒരു 30 ഗ്രാമോളം പപ്പായ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർക്കുന്നത് 264 ഗ്രാം ബേസിലേക്കാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ 1 കിലോന് നമ്മൾ അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. 31 ഗ്രാം എടുത്തു. പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് വിറ്റാമിൻ ഇൻ്റെ ഓയിലാട്ടോ. അത് നമുക്കൊരു 3-4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂട് കട്ടിയുള്ള പാത്രം വെള്ളം വെച്ചിട്ട് അതിൽ നമ്മൾ ബേസ് കട്ട് ചെയ്ത പാത്രം ഇറക്കി വെച്ചിട്ട് അത് തിളക്കുമ്പോൾ മെൽറ്റായി തുടങ്ങും കേട്ടോ. നമ്മളെ ബേസ് മെൽറ്റായി തുടങ്ങി. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചപ്പോഴാണ് കേട്ടോ എനിക്കൊരു ഐഡിയ തോന്നിയത്. ഇതിങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു പപ്പായ കളറാവും. അപ്പോൾ ഒരു മിൽക്കിൻ്റെ നമ്മൾ പപ്പായ ആഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ മിൽക്ക് ചേർക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ ഈ ബേസ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെക്കണേ ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു, ഒരു 100 ഗ്രാമോളം ഗോഡ് മിൽക്കിൻ്റെ ബേസ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. 100-150 ഗ്രാം ഉണ്ടാവും. അത് ഞാൻ അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയാഞ്ഞത് കേട്ടോ. പിന്നെ ഞാനൊരു സ്പൂണ്
നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഏറെ എടുത്തിരുന്നു കേട്ടോ. ഒരു സ്പൂണ് കറക്റ്റാക്കി എടുത്തതായിരുന്നു, മെഷർമെൻ്റ് ഒന്നും നോക്കില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ മെൽറ്റ് ചെയ്തപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ്, അപ്പോൾ ചെയ്ത് പോയതാട്ടോ. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ കൂട്ടി ഇതിലേക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ 150 ഗ്രാമോളം ഗോട്ട് മിൽക്ക് എടുത്തതിനുള്ള ജ്യൂസ് ഞാൻ കൂടുതൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഉണ്ട് നല്ലൊരു വൈറ്റും ഒക്കെ ചേർന്ന്, അല്ലെങ്കിൽ നമ്മൾ പപ്പായ ചേർക്കുമ്പോൾ പപ്പായൻ്റെ കളർ മാത്രമായി പോവല്ലോ. ഗോട്ട് മിൽക്കും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അപ്പം നല്ല ഫിനിഷിങ്ങിലൊക്കെ കിട്ടിയിരുന്നു കേട്ടോ സോപ്പ്. ഇപ്പോൾ മെറ്റീരിയൽസോ ബേസോ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, എനിക്ക് അറിയുന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. വാട്സപ്പിലോ കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം, നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പപ്പായൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ മോൾഡിലേക്ക് ഒഴിക്കണം കേട്ടോ. ഞാൻ കവർ ചെയ്യുന്നതും പാക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, മോൾഡിൽ നിന്ന് എടുക്കുന്ന ഒന്നും കാണിക്കുന്നില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നവർ, 3/4 സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ല ഓർഗാനിക് ആയിട്ടുള്ള സോപ്പ് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെയും പപ്പായൻ്റെയും ഒക്കെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്കിൻ ഗ്ലോയിങ്ങും മോയ്സ്ചറൈസിങ്ങും ഒക്കെ ഉള്ളൊരു സോപ്പാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് സോപ്പിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-6 സോപ്പോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് സെയിലായിട്ടോ, ഫുള്ള് സോപ്പ് സെയിലായിട്ടും ഉണ്ട്. അപ്പോൾ 5 സോപ്പാട്ടോ കിട്ടി.